മിസ്റ്റർ നാരായണൻകുട്ടി, ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? മിനിമം ഡൊണേഷൻ 25,000 റുപ്പീസ് ഉണ്ട്. കൂടുതൽ തരുന്നവരുമുണ്ട്. 25,000 രൂപയോ? നഴ്സറി അഡ്മിഷന് വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ. എനിവേ, മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് കമ്മിറ്റിയോട് സാങ്ഷൻ വാങ്ങിയിട്ടുണ്ട്. 10,000 അടച്ചാൽ മതി. ഇല്ല, ക്യാഷ് റെഡി അല്ലെങ്കിൽ നാളെ കിട്ടിയാലും മതി. നാരായണൻകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നോ 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 എടുക്കടിക്കയ്യേ. മക്കാലത്ത് നാരായണൻകുട്ടി നിങ്ങൾക്ക് ശരിക്കറിയില്ല. ഒരു നയ പൈസ തരില്ല ഞാൻ. വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റാണ്. അതിനെന്തിനും ഡൊണേഷൻ? പിന്നീട് എന്തൊരു നേഷൻ ഇത്? ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ നാരായണൻകുട്ടിയെ കിട്ടില്ല. സമ്മതിക്കില്ല ഞാൻ. പ്ലീസ്. നോ. എങ്കിൽ നോ അഡ്മിഷൻ. അവർ പണം നിന്നോട് ചോദിച്ചാൽ ഇപ്പൊ തെളിവില്ല. നീ പണം അടച്ച് രസീത് വാങ്ങിക്ക്. നിയമപരമായി നമുക്ക് അവരെ തോൽപ്പിക്കാം. തോൽപ്പിക്കണം. എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ കുത്തഴിഞ്ഞു കിടക്കില്ലേ? കുത്തഴിഞ്ഞു കിടക്കുന്നതൊക്കെ നീ വീണ്ടും കൂട്ടിക്കെട്ടിക്കൊള്ളൂ, എങ്ങനെ വേണമെങ്കിലും. ബട്ട് മാത്യു എങ്ങനെ ഈ കേസ് ഏറ്റെടുക്കും? ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസറായിട്ട് അവർ മാത്യുവിനെയാണല്ലോ കണ്ടിരിക്കുന്നത്. തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി മാത്യു ഒന്ന് സമ്മതം മൂളിയാ മതി. നീ ആ വിവരം നാരായണൻകുട്ടിയോട് പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. ഐ എം വെരി വെരി സോറി. ഞാനത് നിന്നോട് പറഞ്ഞില്ല, വിട്ടുപോയി. നമ്മുടെ എക്സ് മിനിസ്റ്റർ ശശീറ കുറുപ്പിന്റെ സണ്ണിലയുടെ ഫാദറാണ് കോളേജിന്റെ ട്രസ്റ്റി. ആ നാരായണൻകുട്ടി കാപ്പുടിച്ചിട്ട് പോയാൽ മതി. നോ താങ്ക് യു. അയ്യർ സാറ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല എന്റെ സ്വാമി. LKG മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി. എന്തിന് LKG ആക്കണം? തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ 1 വർഷം പോകും. നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോ കുട്ടികളെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയാ. ബക്രാനങ്ങളുടെ നീളമത്ര, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം, ഇന്ത്യയുടെ 8ാമത്തെ പ്രധാനമന്ത്രി ആര്? ഓ, ഇതൊക്കെ തന്തയും തള്ളയെ അറിഞ്ഞിരുന്നാലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റൂ. മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ. അല്ല, അങ്ങനെ കൊടുക്കണമല്ലോ. എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ. പിന്നെ പിരിവ്, എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പണപ്പിരിവ്. സംഭാവന, ബിൽഡിംഗ് ഫണ്ട്, ഫർണിച്ചർ ഫണ്ട്, ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട്. എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികേതൻ കോളേജിൽ അഡ്മിഷന് പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് 10,000 രൂപയാണ്. അതിന് തെളിവ് വല്ലതുമുണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി? ഉണ്ട് സാർ. പണം അടച്ചതിന്റെ റെസിപ്റ്റ്. എന്തേ, പാവപ്പെട്ടവർക്കൂടെ പഠിക്കണ്ടേ? പക്ഷെ സർക്കാർ കോളേജുകളിൽ പണപ്പിരിവില്ലല്ലോ, അവിടെ പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്റെ സഹോദരി 1ാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല. ഇവിടെ പാഠ്യ പദ്ധതിയിൽ 100,000 വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയല്ലേ സർക്കാർ, അഴിമതിക്ക് കൂടുതൽ വകുപ്പുണ്ടാക്കാൻ. അല്ല, സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധയാ കൊടുക്കുന്ന ഒന്നല്ലേ? അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും? സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ പിടിച്ചു പറയെ, ഈ പകൽക്കൊള്ളയെ നിയമവിരുദ്ധമല്ല എന്നാക്കി തീർക്കാനുള്ള നിങ്ങളുടെയൊക്കെ വ്യാഖ്യാനം കൊള്ളാം. നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക. ഇതൊക്കെയാണോ സാർ നിങ്ങളുടെ പത്രധർമ്മം? തന്റെ ഏട്ടന് 10,000 രൂപ തിരിച്ചു കൊടുക്കാം, പലിശ സഹിതം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, നിവേദിത TC വാങ്ങി പോകണം. അവൾ എന്തിനെങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? ഇവിടെ ആരും ചത്തില്ലല്ലോ. ഒരു നല്ല കാര്യം ചെയ്യാൻ നാട്ടുകാരോ സമ്മതിക്കില്ല, വീട്ടുകാരെങ്കിലും. മതിയടാ, നിന്റെ ന്യായവാദം മതി. എനിക്ക് കേൾക്കണ്ട. നീ കിടന്ന് തുള്ളുന്ന എന്തിനാണെന്ന് എനിക്കറിയാവടാ. 10,000 രൂപ അവക്ക് വേണ്ടി നീ എണ്ണിക്കൊടുത്തതിന്റെ എണ്ണമാണെങ്കിൽ ഇന്നാടാ. എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി എന്നെ തീ തീറ്റിക്കരുത്. കൊള്ളുന്നുണ്ടല്ലേ മക്കളെ. ഒരു കുടുംബം സംരക്ഷിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കണ്ട അണ്ടനെ അടപടനെ കേസിൽ കുടുങ്ങിയ രക്ഷിക്കുന്നതിന് നീ ചിലപ്പോ കിടപ്പാടം വരെ വിൽക്കാൻ തയ്യാറാവും. സ്വന്തം പെങ്ങളുടെ കാര്യത്തിലാവുമ്പോ സഹിക്കുന്നില്ലല്ലേ? ആരുടെയും മനസ്സ് നോവിക്കാൻ വേണ്ടിട്ടല്ലോ, നല്ലത് ആഗ്രഹിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ തെറ്റായി പോയിന്ന് ഇപ്പൊ അമ്മയും. സ്കൂൾ കോളേജ് പ്രവേശനത്തിന് നിർബന്ധിതമായി പണം വാങ്ങരുത്, സർക്കാർ വിജ്ഞാപനം. നാരായണൻകുട്ടിയുടെ ചരിത്ര വിജയം. നീ എന്താ പറഞ്ഞത്? അവൻ മാറിയെന്ന്. സ്കൂൾ കോളേജ് പ്രവേശനത്തിന് ഒരിക്കലും നിർബന്ധിതമായി പണം വാങ്ങരുതെന്ന് സർക്കാർ വിജ്ഞാപനം. എനിക്ക് അഭിമാനമുണ്ടടി. നീ അഭിമാനിക്കടി. അയ്യോ, ചീഫ് ഗസ്റ്റോ? ഞാനോ? ലോക നിയമദിനത്തിന് സാർ തന്നെ ചീഫ് ഗസ്റ്റ് ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതെന്റെ സ്കൂട്ടറാ. ഓ സോറി. ഈ മുഖ്യാതിഥിയായിട്ടൊക്കെ ഞാന് ക്ഷണനം നിരസിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ക്ഷണനം അല്ല കുട്ടി, ക്ഷണം. അതെ, എവിടെയാ ഫംഗ്ഷൻ? ലോ കോളേജില്.
ഓ, കുട്ടിയുടെ അച്ഛൻ DGP ആണല്ലോ. ഇനിയിപ്പോ ഫംഗ്ഷൻ വന്നില്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് തല്ലിക്കായിരിക്കും. ഓക്കെ, ഞാൻ വരാം. വെൽക്കം. വേദിയിലിരിക്കുന്ന സമുന്നതരായ വ്യക്തികളെ, പ്രിയമുള്ള നിയമവിദ്യാർത്ഥികളെ, സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പറയുകയുണ്ടായി. എന്താണ് വിദ്യാഭ്യാസം? പുസ്തക വിദ്യയാണോ അത്? അല്ല. പലതരം അറിവാണോ? അതുമല്ല. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഇച്ഛാശക്തിയുടെ ഗതിയെയും ആവിഷ്കരണത്തെയും നിയന്ത്രണ വിധേയമാക്കുന്നതും സഫലീകരിക്കുന്നതുമായ ശിക്ഷണം എന്നർത്ഥം. ഈ ഇച്ഛാശക്തി പല തലമുറകളായി തുടർച്ചയായും ബലാത്കാരമായും യാതൊന്നിന്റെ ഫലമായി തടയപ്പെട്ട് ഇന്ന് മിക്കവാറും നഷ്ടപ്പെട്ടിരിക്കുന്നുവോ അത് വിദ്യാഭ്യാസമാകുമോ? നമ്മുടെ വളർച്ച മുട്ടിയിരിക്കുന്നു. വളർച്ചയ്ക്ക് വേണ്ട ഒന്നാമത്തെ വ്യവസ്ഥ സ്വാതന്ത്ര്യമാണ്. മനുഷ്യന് ചിന്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം വേണം. കൂവാനും സ്വാതന്ത്ര്യമുണ്ടേ. അതുപോലെ ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും വിവാഹത്തിലും വേണം സ്വാതന്ത്ര്യം. ലൈൻ അടിക്കാനും വേണം സ്വാതന്ത്ര്യം. പിന്നെ ഈശ്വരൻ. ഇവിടെ എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ കഴിയാത്തൊരു ഈശ്വരൻ സ്വർഗത്തിൽ നിത്യാനന്ദം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാമി വിവേകാനന്ദന്റെ ഈ വചനങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ ഈ വരി അറിയരുത്. സ്വാമി എങ്ങനെയുണ്ട് വക്കാലത്ത് കുട്ടി സ്വീകരണം? നീ ഇങ്ങനെ എല്ലാത്തിനും കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ വിദ്യാർത്ഥികളല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇത്? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനുള്ളതിന്. അവർ എന്നെ അപമാനിച്ചത് പോട്ടെ, വ്യക്തിപരം. പക്ഷേ സ്വാമി വിവേകാനന്ദന്റെ വരികൾ അവർ കൂവിയത് ആ വലിയ മനുഷ്യനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വേണ്ട വേണ്ട, നിന്റെ അടുത്തൊരു സഹായത്തിന് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നാരായണൻകുട്ടി, നീ ഒരു സ്വപ്ന ലോകത്താണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ. നീ ഇങ്ങനെ പോയാൽ ഒരു മാനിയക്കാവും, ലിറ്റിഗേഷൻ മാനിയക്, വ്യവഹാര ഭ്രാന്തൻ. സോറി, ഈ കേസിൽ എനിക്ക് താല്പര്യമില്ല. പ്ലീസ്. എനിക്കെല്ലാം മനസ്സിലാവൂടാ. നിന്റെ താല്പര്യങ്ങൾ, കരിയർ അല്ല, അതങ്ങനെ തന്നെ വേണം. അംബീഷ്യസ് ആയാലേ സക്സസ്ഫുൾ ആവാൻ പറ്റൂ. പഴയതൊക്കെ മറക്കാനും പുതിയ കാര്യങ്ങൾ മാത്രം ഓർക്കാനും കഴിയണം. നീ ഒരു വലിയ അഡ്വക്കേറ്റ് ആവണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അഡ്വക്കേറ്റ് മാത്യുവിന്റെ സക്സസ് സ്റ്റോറിയിൽ ഒന്നു മാത്രം നിനക്ക് നഷ്ടപ്പെട്ടടാ, നന്മ. ദാ ഇതിനകത്തുള്ള നന്മ. എന്ന് നിനക്ക് തോന്നിയാൽ ഞാൻ എന്താ ചെയ്യുക? തുറന്നു പറയാലോ, ഇത്തരം സില്ലി കേസുകൾ വാദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വെരി ഗുഡ് മിസ്റ്റർ മാത്യു, ഐ റിയലി അപ്രീഷിയേറ്റ് യു. ആ നാരായണൻകുട്ടി അപകീർത്തി കേസ് ഫയൽ ചെയ്യുമെന്നുള്ളൂ തീർച്ച. എന്നാൽ നീ അതിനെതിരായി വാദിക്കണം. വേണം, നീ അവനെതിരായി വാദിക്കണം. ഇത് നിന്റെ പ്രൊഫഷനാണ്, തൊഴിൽ തൊഴിൽ. ഓൾ ദ ബെസ്റ്റ് മാത്യു. ഇനിയാണ് നിന്റെ കർമ്മകാണ്ഡം. ശത്രുപക്ഷത്ത് ആരെന്ന് നോക്കാതെ നീ യുദ്ധം ചെയ്യണം. നമസ്കാരം. വരും. ഡാഡി 10,000 അല്ലേ പറഞ്ഞത്? അതെ, മോള് തന്നെ കൊടുത്തേക്ക്, ഐശ്വര്യമാകട്ടെ. സാർ ഇത് വാങ്ങിക്കൂ. കുക്കുവല്ലേ തരുന്നത്, ലക്ഷ്മിയാണ്. 2 കൈയും നീട്ടി സ്വീകരിക്കണം. താങ്ക്സ്. ദാറ്റ് ഈസ് ഗുഡ്.
പ്രതിഫലം വാങ്ങിച്ചാലേ പ്രതിക്ക് ഫലം കിട്ടുകയുള്ളൂ. അർത്ഥശാസ്ത്രം അല്ലേ അയ്യരെ? അങ്ങനെയും വ്യാഖ്യാനിക്കാം. അർത്ഥം എന്നാൽ മണി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ മണിശാസ്ത്രം. ഇനി ഇതിയാനെതിരെ ഒരു കാലത്ത് ശബ്ദം ഉയർത്തരുത് അവൻ. ആ വക്കാലത്ത് നാരായണൻകുട്ടി. അവന്റെ കാര്യം സോറി സാർ, ചായ ഞാനല്ല. കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ കൂകിയിട്ടില്ല. വാദിഭാഗത്തെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയ്ക്ക്, ഈ അപകീർത്തി കേസിലെ വാദി ഞാനാണ്. താങ്കൾക്ക് വേണ്ടി വാദിക്കാൻ വക്കീലുണ്ടോ? ഇല്ല സർ, ഈ കേസിൽ പ്രതിക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തന്നെ തയ്യാറാണ്. അതിന് നിയമതടസ്സമൊന്നും ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ നാരായണൻകുട്ടി, യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. പേര്? കുക്കു. കൂക്കാണ് തൊഴിലെന്നറിയാം, പേരാണ് ചോദിച്ചത്. കുക്കു. കൂക്കുവാണോ കുക്കുവാണോ? കുക്കു കുര്യൻ. കുര്യൻ? അച്ഛൻ കുര്യൻ കുളപ്പുരയിൽ. ഓക്കെ. അമ്മ? കുഞ്ഞു ത്രേസ്യ കുഴിവേലി. കുര്യൻ കുഞ്ഞമ്മ കുക്കു കു പ്രസിദ്ധി ആഗ്രഹിക്കുന്ന കുടുംബമാണെന്ന് ഞാൻ പറഞ്ഞാൽ സർ കുപ്രചരണമാണ്. യുവർ ഓണർ, കുക്കു കൂട്ടത്തിൽ കൂവിയെന്നും കൂവലിന് നേതൃത്വം നൽകിയെന്നും തദ്വാര നാരായണൻകുട്ടി അപമാനിച്ചു എന്നും ആരോപിക്കുന്നത് സത്യവിരുദ്ധമാണ്. കുക്കു കഴിഞ്ഞ 4 മാസക്കാലമായി തൊണ്ടയ്ക്കുള്ള അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഈനാശു നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. എക്സിബിറ്റ് നമ്പർ 1. നാരായണൻകുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതിഭാഗം സാക്ഷിയായ ഡോക്ടർ ഈനാശിനെ വിസ്തരിക്കണം യുവർ ഓണർ. പ്രൊസീഡ്. ഡോക്ടർ ഈനാശു, അത് നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണോ? അതെ. അപ്പോ പ്രതിക്ക് കൂവാനുള്ള ശേഷിയില്ല അല്ലേ? സംഭവം നടന്ന ദിവസം അവർക്കതിന് കഴിയില്ലായിരുന്നു. ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലായി? 4 മാസം. ഇപ്പോ അസുഖം മാറി. അസുഖം മാറി എന്നുള്ളത് മനസ്സിലായി. കൂവാൻ പറ്റുമോ? ഓ, കൂവാ. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത സാക്ഷിയായി സുപ്രസിദ്ധ ഡ്രാമ ആർട്ടിസ്റ്റ് സുന്ദരത്തെ വിസ്തരിക്കാൻ കോടതി അനുവാദം നൽകണം. യെസ്, പ്രൊസീഡ്. 12/12/99 നടന്ന ഇന്റർ ലോ കോളേജ് ഡ്രാമ കോമ്പറ്റീഷനിൽ നിങ്ങൾ ജഡ്ജിയായിരുന്നു. അതെ. ഏറ്റവും നല്ല നാടകം ഏതായിരുന്നു? നീലക്കുറുക്കൻ. ഏറ്റവും നല്ല നടി? കുക്കു കുര്യൻ. കുക്കു അവതരിപ്പിച്ച നാടകത്തിന്റെ പേര്? നീലക്കുറുക്കൻ. അവരവതരിപ്പിച്ച കഥാപാത്രം? നീലക്കുറുക്കൻ. അതിൽ കൂവലുണ്ടായിരുന്നു? നാടകത്തിന് കൂവലുണ്ടായിരുന്നില്ല, നാടകത്തിൽ കൂവലുണ്ടായിരുന്നു. നാടകാനന്തരം നിങ്ങൾ അവരെ അഭിനന്ദിച്ചു? അഭിനന്ദിച്ചു. എന്തായിരുന്നു അവരുടെ പ്രതികരണം? കുറുക്കനെ പോലെ ഉച്ചത്തിൽ കൂവി. That's all, Your Honor. കുറ്റം പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നു. ഫൂളിഷ്നെസ് ആയിപ്പോയി. ഡെയിലി കോടതി പോവായിരുന്നല്ലോ. ബക്കാലത്തോട്ടി ക്രോസ് ചെയ്യുമ്പോ ആ മുഖം കണ്ടോണ്ടിരിക്കാൻ ഒരു രസം തന്നെയല്ലേ? ഹാൻസം യാർ. ആ കുട്ടി ക്രോസ് ചെയ്യുമെങ്കിൽ ഏത് ക്രൈമും സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ. റിയലി? ദാറ്റ്സ് ദ ആർട്ട് ഓഫ് ക്രോസ് എക്സാമിനേഷൻ. ക്രോസ് വിസ്താരം ഒരു കല തന്നെയാ. വിസ്തരിക്കുന്നവൻ ഒരു കലാകാരനും. For the health, wealth and prosperity of Matthew Neribarmbil, Public Prosecutor. Long live Advocate Matthew. Cheers. Cheers. ഹലോ. ഹലോ. പബ്ലിക് പ്രോസിക്യൂട്ടറായ സന്തോഷത്തിൽ എന്തും പബ്ലിക്കായി ചെയ്യാമെന്നായല്ലേ? ഹേയ്, ബോധമൊന്നും പോയിട്ടില്ല. ഈവൻ നൗ എത്ര അടിച്ചാലും ഞാൻ സ്റ്റഡിയാ. യു മേ ആസ്ക് എനി ഡൗട്ട്സ്. എന്ത് ലോ പോയിന്റ് വേണം ചോദിച്ചോ. ക്രിമിനൽ നടപടി നിയമത്തിൽ ഒത്തുരാജിയാകാവുന്ന കേസുകളിൽ അപകീർത്തി കേസ് പെടുമോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. പരാതിക്കാരൻ അപേക്ഷ ബോധിപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടാം. എനി അതർ ഡൗട്ട്? നാരായണൻകുട്ടിക്ക് ഈ നിയമം അറിയാതിരിക്കോ? പിന്നെ ഐ ഡൗട്ട് അയാളൊരു കോംപ്രമൈസിന് തയ്യാറാവുമോ? ഐ ഹാവ് നോ ഡൗട്ട്. ഹായ് മാത്യു. ഹെൽത്ത് ഒക്കെ നോക്കണേ. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്, കഴിച്ചോളൂ. ഞാൻ പിന്നെ കഴിച്ചോളാം. രണ്ടുപേർ നല്ല ജോഡി. രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ലീഗൽ ഫേം രജിസ്റ്റർ ചെയ്തൂടെ? ഐ വിൽ ബി ഇൻ ചാർജ് ഓഫ് ഇറ്റ്. രണ്ട് സ്ഥലത്ത് പറയുന്നു. ഡു യു ഹാവ് എനി ഒബ്ജക്ഷൻ? പ്രൈസ് ദി ലോർഡ്. ഓ, താങ്ക് യു സർ. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയായില്ലേ? അമ്പനി തുമ്പനി അങ്ങനില്ല. ആഗ്രഹം മൂത്ത് അതിൽ കയറി പിടിക്കരുത്. നല്ല സൂട്. ഒരു പകി തരൂ. ഇവനും ഒരു പോലീസാണല്ലോ. കർമ്മം. ഓക്കെ, ഐ വിൽ ബി ബാക്ക്. ഓക്കെ. ഹലോ. ഹലോ മാത്യു, നിന്റെ ഫ്രണ്ട് വക്കാലത്ത് നാരായണൻകുട്ടിയെ മാത്രം കണ്ടില്ല. എന്താ ക്ഷണിച്ചില്ലേ? അവനെ ക്ഷണിച്ചിട്ടുണ്ട്. അവനെ ക്ഷണിക്കാനായിട്ട് ആല പോയിരിക്ക. താലപ്പൊലിക്ക് നിന്റെ ബോഡി റെഡിയാ. ചന്ദ്ര, സൂട് സംസാരിക്കണം.
വക്കാലത്ത് നാരായണൻകുട്ടിയുടെ പേരിട്ടപ്പം നിനക്കെന്തിനാ കടന്നൂത്തുന്നേ? ചന്ദ്രനല്ല, സൂര്യൻ സൂര്യൻ. ഹായ്, പത്രം തുറന്നേക്കാം വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ന്യൂസ്, TV ഓൺ ചെയ്ത വക്കാലത്ത് നാരായണൻകുട്ടിയുടെ അഭിമുഖം, ചടങ്ങുകളിൽ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ പ്രസംഗം, 4 ആൾ കൂടുന്ന സമയത്ത് വക്കാലത്ത് നാരായണൻകുട്ടിയെ പുകഴ്ത്തി സംസാരിക്കുക. എപ്പ ലോഡായെന്ന് ചോദിച്ചാ മതി. ഇവിടെങ്ങനെ ഇത്തിരി മനസമാധാനം കിട്ടുന്നു വെച്ചപ്പോ നിനക്ക് വക്കാലത്തിന് കാണലടാ. നീ കുടിക്കണ്ട, കളയണ്ട. നിനക്ക് വക്കാലത്തിന് കാണടാ. കളിക്കാൻ കാലത്തയയിലടുമയ്യാൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കടവുളെ, ഇതെന്നെ വെറുതെ